ഇന്ന് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ച് നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ പലഹാരം കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ചും ഒരു കറിയും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഈ പലഹാരം നമ്മൾ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയിലാണ്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊരു തിക്ക് ബാറ്ററായി മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഏത് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി 3 മുട്ട പുഴുങ്ങിയെടുക്കണം. മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. മുട്ടയ്ക്ക് പകരം ചിക്കൻ വേവിച്ച് എല്ലില്ലാതെ ചിക്കി എടുത്താലും മതി. ഇപ്പോൾ ഞാൻ മുട്ട മുഴുവനായും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ക്യാരറ്റ് കൂടി ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പം അതിലേക്ക് വലിയൊരു സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇതും കൂടി ചേർത്ത് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുമ്പം അതിലേക്ക് ക്യാരറ്റ് ചീകിയത് കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വഴറ്റിയതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം മുട്ട ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ കൂട്ട് റെഡിയായി. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ ക്യാരറ്റ് ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഇലയിൽ ഇതുപോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായി തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിലേക്ക് എല്ലാം വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. 10 മിനിറ്റ് സമയം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല അട റെഡി ആയിട്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്